അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ റഹ്മത്തിൻ്റെ പത്തിലെ അവസാന വെള്ളിയാഴ്ച രാവാണിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് ഓശാരമായി റഹ്മത്ത് നൽകുന്ന പത്തിൻ്റെ അവസാന വെള്ളിയാഴ്ച രാവ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെയായിട്ട് ധാരാളമായിട്ട് അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കണം. ഇത് അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് റഹ്മത്തിൻ്റെ പത്തിലെ. നമുക്ക് ഇനി റഹ്മത്തിനെ അള്ളാഹുവിനോട് ചോദിക്കാൻ പ്രത്യേകമായിട്ട് നൽകിയ അവസരങ്ങളിൽ നിന്ന് കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടേ നമുക്ക് വിജയിക്കാൻ പറ്റൂ എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെയായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കർമ്മങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു വീഡിയോയാണ്. ഈ വിശുദ്ധ റമളാൻ അനുകൂലമാകാനും നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരം ലഭിക്കാനും, ഇത് നമ്മുടെ അവസാന റമളാനാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് വിജയം സാധ്യമാക്കാനും കാരണമാകുന്ന അത്ഭുതകരമായ ചില ദിക്റുകളും ദുആകളും ചില കർമ്മങ്ങളുമൊക്കെയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകി. 50 പേരുടേത്, 100 പേരുടേത്, 30 പേരുടേത്, 20 പേരുടേതൊക്കെ നോമ്പ് തുറ ഏറ്റെടുത്തവരുണ്ട്. ഞാൻ ഉസ്താദിൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് ഞാനിത് ഏറ്റെടുത്തത്, നല്ലൊരു നിയ്യത്ത് മനസ്സിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അയച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ, എല്ലാവർക്കും വലിയ സന്തോഷവും സമാധാനമൊക്കെ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് നമ്മുടെ അവസാന റമളാനാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ സാധിക്കും. വിശുദ്ധ റമളാനിൽ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് വലിയ പുണ്യകരമായൊരു കർമ്മമാണ്, നമുക്കൊക്കെ അറിയാം. അത് ഇനിയൊരു അവസരം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നല്ല നെയ്യത്തോടുകൂടെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് നൽകാവുന്നതാണ്. കുറേ ആളുകൾ പല നെയ്യത്തുകളും മനസ്സിൽ കരുതിയിട്ട് നൽകിയിട്ടുണ്ട്. അവരുടെയൊക്കെ നെയ്യത്തുകൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് രോഗങ്ങൾ മാറാൻ, മക്കൾക്ക് ജോലി ഉണ്ടാകാൻ വലിയ വലിയ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും വലിയ സലാമത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ രാത്രി നടക്കുന്ന മജ്ലിസുകളിലും ലൈലത്തുൽ ഖദ്ർ ഉൾപ്പെടെയുള്ള രാത്രികളിൽ നടക്കുന്ന മജ്ലിസുകളിലൊക്കെ ദുആ ചെയ്യുമെന്ന വാക്കാണ് നമ്മൾ അവർക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. നമുക്കറിയാം, റമളാനിൻ്റെ ഓരോ സെക്കൻഡിലും 10,000-ങ്ങൾക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ഓരോ സെക്കൻഡിലും 10,000-ങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇഫ്താറിൻ്റെ, തഹജ്ജുദിൻ്റെ സമയങ്ങളിലും പ്രത്യേക മഗ്ഫിറത്തുണ്ട്. നോമ്പ് തുറക്കുന്ന സമയം, അത്താഴത്തിൻ്റെ സമയം, തഹജ്ജുദിൻ്റെ സമയം. എന്നാൽ ഇതിനെല്ലാം പുറമെ സ്പെഷ്യലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ 10-നെ മുഴുവനായിട്ടും പാപമോചനത്തിനായി അല്ലാഹു നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മഗ്ഫിറത്തിൻ്റെ 10-നെ പരിഗണിക്കണം. ആ മഗ്ഫിറത്തിൻ്റെ 10 ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മിലേക്ക് പ്രവേശിക്കുകയാണ്. മഗ്ഫിറത്തിൻ്റെ 10-ൽ അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ധാരാളമായി ചോദിക്കണം. അതിൻ്റെ മുമ്പ് റഹ്മത്തിൻ്റെ 10 നമ്മോട് വിട പറയുകയാണ്. ആ റഹ്മത്തിൻ്റെ 10-ൽ ഇനി റഹ്മത്തിനെ ചോദിക്കാൻ പ്രത്യേകമായി മാറ്റിവെച്ചത്, എപ്പോഴും റഹ്മത്തിനെ ചോദിക്കുക, പ്രത്യേകമായി മാറ്റിവെച്ച സമയം വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അള്ളാഹു നമുക്ക് അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ പൊതിയുന്ന ആളുകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രിയിലും നാളെ പകലിലുമൊക്കെ ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരം ലഭിക്കുന്ന ചില അമലുകൾ, അതിലൊന്ന് 1000 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ സാധിക്കുമോ എങ്കിൽ ചൊല്ലുക എന്നുള്ളതാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചൊല്ലുകയും വേണം. എല്ലാം കൂടെ 1000 ഇസ്തിഗ്ഫാർ ആയാൽ മതിയാകുന്നതാണ്. ഇനി ഒരാൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ മാത്രമാണ് ചൊല്ലുന്നതെങ്കിൽ ഒന്നും പറയേണ്ടതില്ല, അത് വലിയ ഗുണം ലഭിക്കുന്നതാണ്. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് കെട്ടിയിട്ട് നമ്മൾ വലിയ വിജയികളുടെ, ഫായിസീങ്ങളുടെ, റമളാൻ അനുകൂലമാകുന്നവരുടെയൊക്കെ കൂട്ടത്തിൽ പെടാൻ അത് കാരണമാകും. അപ്പോൾ ചുരുങ്ങിയത് ഇനി 1000 പറ്റുന്നില്ലെങ്കിൽ 100 ഇസ്തിഗ്ഫാറെങ്കിലും ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക. ഇന്നത്തെ രാത്രി മഗ്രിബോട് കൂടെ കഴിയുമെങ്കിൽ അത് വലിയ ഗുണം ചെയ്യും. അതേപോലെ തന്നെ വെള്ളിയാഴ്ച രാവാണ്. ഇക്സാറു സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ആ സ്വലാത്തിലേക്ക് മുന്നിട്ട് വരണം. ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ചുരുങ്ങിയത് 300 സ്വലാത്തെങ്കിലും ചൊല്ലിയാൽ
വെള്ളിയാഴ്ച രാവിൽ 300 സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ആയിട്ട് ചൊല്ലിയാൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചവർ എന്ന ഒരു പ്രത്യേക പരിഗണനയിൽ വരുന്നവരുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ പറ്റുമെങ്കിൽ അങ്ങനെ 300 സ്വലാത്ത് ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1000 സ്വലാത്ത് ചൊല്ലാൻ സാധിച്ചാൽ പിന്നെ പറയേണ്ടതില്ല. ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. 300 സ്വലാത്തെങ്കിലും ചൊല്ലുക. പിന്നെ ഒന്ന് പറയാനുള്ളത്, വെള്ളിയാഴ്ച ദിവസം എല്ലാ ദിവസവും ളുഹാ നിസ്കരിക്കുന്നവരോടല്ല ഈ പറയുന്നത്. അവർക്ക് വെള്ളി എന്ന വ്യത്യാസമില്ലാതെ അവർ ളുഹാ നിസ്കരിക്കുന്നവരാണ്. എല്ലാ ദിവസവും ളുഹാ നിസ്കരിക്കുന്നവർക്ക് വലിയ ഗുണങ്ങൾ ലഭിക്കും. നമ്മൾ പറയുന്നത് ഈ വെള്ളിയാഴ്ച ദിവസത്തിലെങ്കിലും ളുഹാ നിസ്കരിക്കുക. ളുഹാ നിസ്കാരത്തിൻ്റെ സമയം നമുക്കറിയാം. സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തി ളുഹാ നിസ്കരിക്കുക. വലിയ ഗുണം ലഭിക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ സന്ധികൾക്കും സ്വതക്ക നൽകുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. മറ്റൊന്ന് പറയാനുള്ളത്, പലപ്പോഴും പല ആളുകൾക്കും തറാവിയഹ് നിസ്കാരത്തിൽ ഒരു അലസതയൊക്കെ കുറേയങ്ങായി കഴിഞ്ഞാൽ സംഭവിക്കും. ആദ്യ സമയങ്ങളിലൊക്കെ പള്ളികളിൽ ധാരാളമായിട്ട് ആളുകളുണ്ടാകും. പിന്നെ ആദ്യത്തെ 10 കഴിയുമ്പോൾ അത് കുറഞ്ഞു വരും. അതുണ്ടാകാൻ പാടില്ല. ആദ്യത്തെ ഊർജ്ജവും അതൊക്കെ അവസാനം വരെ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ തറാവീഹ് നിസ്കാരത്തിൻ്റെ വിഷയങ്ങളിലേക്ക് ചേർത്തി നോക്കുക. നമ്മുടെ സ്വന്തം നഫ്സിനോട് ചോദിച്ചു നോക്കുക. ഞാൻ ആദ്യത്തെ ദിവസം 20 നിസ്കരിച്ചു, പിന്നെ എനിക്ക് കഴിയുന്നത് പോലെയാണ് നിസ്കരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി വന്നു, ചിലപ്പോൾ ഒക്കെ കട്ടായിട്ടുണ്ട്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രിയിൽ നിങ്ങൾ തറാവീഹ് അത് 20 റക്അത്ത് പൂർണ്ണമായിട്ടും നിസ്കരിക്കുക. വലിയ ഗുണം ലഭിക്കാൻ അത് കാരണമാകും. തറാവീഹ് 20 തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊന്ന് വിത്ർ 3 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ അൽ കഹ്ഫ് പാരായണം ചെയ്യുക. നമ്മൾ വിശുദ്ധ റമളാനിലാണ് ഒരുമിച്ച് കൂടുന്നതല്ലേ, റമളാൻ മാസത്തിലാണ് ചൊല്ലുന്നത്. അൽ കഹ്ഫും കൂടെ നമ്മൾ ഓതുകയാണെങ്കിൽ അതിന് വലിയ ഗുണം ലഭിക്കും. അൽ കഹ്ഫ് ഓതുന്നവർക്കുള്ള വലിയ മഹത്വത്തിനെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അൽ കഹ്ഫ് പാരായണം ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള, നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വലിയ ഖൈറാത്തുകൾ കൊണ്ടുവരാൻ അൽ കഹ്ഫ് കാരണമാകുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ വെള്ളിയാഴ്ച പകലിലൊക്കെയായിട്ട് സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ മക്കൾ പള്ളിയിലേക്ക് പോകുമ്പോൾ, ഉപ്പമാർ പള്ളിയിലേക്ക് പോകുമ്പോൾ, ഹസ്ബൻഡ് പള്ളിയിലേക്ക് പോകുമ്പോൾ അവരുടെ കയ്യിലേക്ക് നിങ്ങളുടെ വകയായിട്ട് എന്തെങ്കിലും ഒരു സ്വതക്ക എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് പറയുക, ഇത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക. ഈ റമളാനിലല്ലേ അതിന് അവസരം കിട്ടുള്ളൂ. നിങ്ങൾക്കറിയോ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, ഓരോ പള്ളിയുടെ സമീപത്തും ഒരു നേരത്തെ പശിയടക്കാൻ കഴിയാതെ വിശന്ന് വയറൊട്ടിയ എത്രയോ പാവപ്പെട്ടവരുണ്ട്. ഒരു തല ചായ്ക്കാൻ ഇടമില്ലാത്ത എത്രയോ കൂരയില്ലാത്ത വീടില്ലാത്തവരുണ്ട്. നമുക്ക് റബ്ബ് വീട് നൽകിയില്ലേ, താമസിക്കാൻ സുഭിക്ഷമായ ഭക്ഷണം നൽകിയില്ലേ. നമ്മൾ അല്ലാഹുവിനോട് നിഅമത്ത് അനുഗ്രഹത്തിന് നന്ദി പറയേണ്ട പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ഉള്ളതിൽ നിന്ന് കൊടുത്താൽ മതി. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ 100 രൂപയുണ്ടെങ്കിൽ 10 രൂപ കൊടുത്താൽ മതി, 1000 ഉണ്ടെങ്കിൽ 100 കൊടുത്താൽ മതി. ഉള്ളത് കൊടുത്താൽ മതി. ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിന് വലിയ ഫലം ലഭിക്കുന്നുള്ളതാണ്. എത്രയോ ആളുകൾ കിഡ്നി ഫെയിലായ ആളുകൾ ഓരോ പള്ളിയുടെയും സമീപത്ത് ഡോക്ടർമാരുടെയും മഹല്ല് കമ്മിറ്റിയുടെയൊക്കെ ലെറ്റർ കയ്യിൽ പിടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കും. അവർ എന്തെങ്കിലും ഒരു നാണയത്തൊട്ട് കിട്ടി അത് സ്വരൂപിച്ച് അതുകൊണ്ട് അവരുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ, ഡയാലിസിസ് ചെയ്യാൻ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നമുക്ക് ചുറ്റിനും. നമ്മാൽ കഴിയുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കും ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ നൽകും. അള്ളാഹു അതിനൊരു വിഭാഗം ആളുകളെന്ന് നിയമിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് സ്വതക്കയിലേക്ക് മുന്നിട്ട് വരിക. പറ്റുമെങ്കിൽ നിങ്ങൾ നോമ്പ് തുറപ്പിക്കുക. നാട്ടിലൂടെ കടന്നു പോകുന്ന യാത്രക്കാരുണ്ടാകും. അതേപോലെ തന്നെ നാട്ടിലൂടെ വഅദിന് പോകുന്ന, ഉറുദിക്ക് പോകുന്ന മുതഅല്ലിമീങ്ങളുണ്ടാകും. നോമ്പ് തുറപ്പിക്കാൻ പറ്റുമെങ്കിൽ നോമ്പ് തുറപ്പിക്കുക. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല സുഹൃതങ്ങൾ, നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഈ വിനീതനൊക്കെ 5 വർഷക്കാലം ദർസ് പഠിക്കുന്ന കാലയളവിൽ നാദാപുരം, പാനൂര്, പാറക്കടവ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏരിയകളിലൊക്കെ ഉറുദിക്ക് പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ആ പ്രദേശത്തുകാരുടെ സ്നേഹം വല്ലാതെ അനുഭവിച്ചറിഞ്ഞവരാണ്, ഇപ്പോഴും ഓർത്തു പോകുന്നു. നമ്മളൊരു പള്ളിയിൽ മഗ്‌രിബ് നിസ്കരിക്കാൻ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഉപ്പമാരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ആരാണ് യാത്രക്കാർ, ആരാണ് മുതഅല്ലിമീങ്ങൾ, ആരാണ് ഈ പുറമേയുള്ള നാടുകളിൽ നിന്ന് വന്നവർ.
എല്ലാ ദിവസവും അവരവരുടെ വീട്ടിലെ 5 യാത്രക്കാർക്കും അതേപോലെ തന്നെ 3-4 യാത്രക്കാർക്കും കഴിക്കാനുള്ള ഭക്ഷണം എക്സ്ട്രാ അവരുണ്ടാക്കും. ആളുകൾ വരൂലെന്നൊന്നും നോക്കൂല. അവർ ഗസ്റ്റിനുള്ളത്, നോമ്പ് തുറപ്പിക്കാനുള്ള മുതഅല്ലിമീങ്ങൾക്കും യാത്രക്കാർക്കും ഉള്ളത് അവർ നേരത്തെ ഫുഡ് ഉണ്ടാക്കി വെക്കും. അത് പ്രതീക്ഷിച്ച് അങ്ങനെ അവിടെ പോയാൽ നോമ്പ് തുറക്കൊരു മുട്ടുമില്ല എന്ന് അറിയുന്നവരാണ് പല ആളുകളും. അപ്പോൾ അവർ വീട്ടിലേക്ക് കൊണ്ടുപോയും സുഭിക്ഷമായ നല്ല ഭക്ഷണം നൽകുകയും ചെയ്യും. ചില നാട്ടിലുള്ള പതിവാണ്. ഈ നാട്ടുകാരിത് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം. നമ്മളൊക്കെ ഈ നാദാപുരം ഏരിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നോമ്പ് തുറപ്പിക്കാൻ ചുരുങ്ങിയതൊരു 3-4 ആളുകളെങ്കിലും, നിങ്ങളാരെങ്കിലും നോമ്പ് തുറക്കാൻ വിളിച്ചിട്ടുണ്ടോ? എൻ്റെ വീട്ടിലേക്ക് വരണേ, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോകും. അത് നോമ്പ് തുറ മാത്രമല്ല, നോമ്പ് തുറ ഉണ്ടാവും കഴിഞ്ഞാൽ അത്താഴം മുത്താഴം എല്ലാം വളരെ ഹെവി ആയിട്ട് അവർ നല്ല ഫുഡ് നൽകുകയും ചെയ്യും. അങ്ങനെ നോമ്പ് തുറപ്പിക്കാൻ പറ്റുമെങ്കിൽ നോമ്പ് തുറപ്പിക്കുക, സ്വതക്ക നൽകുക. തഹജ്ജുദ് ആരും ഒഴിവാക്കാത്തവരാണ്, തഹജ്ജുദ് ഒഴിവാക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട 5 ബൈത്തുകൾ, 5 തവണ ചെയ്യേണ്ട ഒരു ബൈത്തുണ്ട്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി എന്ന് പറയുന്ന ബൈത്ത്. ആ ബൈത്ത് വളരെ ആത്മാർത്ഥമായിട്ട് 5 തവണ ചൊല്ലുക. അങ്ങനെ നല്ല രൂപത്തിൽ ഈ വെള്ളിയാഴ്ച രാവിനെ ഹയാത്താക്കുക. നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കും. നമ്മുടെ അവസാന റമളാൻ ആകാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. എങ്ങാനും അള്ളാഹുവിൻ്റെ ഖളാ അനുസരിച്ച് നമ്മൾ അടുത്ത റമളാൻ എത്തുന്നതിന് മുമ്പ് യാത്രയാകാനാണ് ഉദ്ദേശമെങ്കിൽ ഇതുകൊണ്ടൊക്കെ നമുക്ക് വിജയിക്കാൻ പറ്റുന്നുള്ളത് ഉറപ്പാണ്. റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ, റബ്ബ് നമുക്ക് വലിയ തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.